എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെള്ള പേപ്പർ വെച്ചിട്ട്, അതായത് A4 ഷീറ്റോ പിന്നെ നമ്മുടെ പഴയ ബുക്കിൻ്റെ പേജോ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുള്ളൊരു ഐഡിയയും കൂടിയാണിത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് അതന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നാളെ വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ നാളെ കമ്മ്യൂണിറ്റിയിൽ ഇടാം, എന്നാലും ഇന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ എന്താ, നമ്മൾ വിഷു സ്പെഷ്യലായിട്ടൊരു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കണിക്കൊന്ന ബോട്ടിൽ ആർട്ട്. അപ്പോൾ അത് ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്താ, വിശേഷിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി 4 സ്ക്വയർ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്ക്വയർ പീസ് എന്ന് പറയുമ്പോൾ നീളവും വീതിയൊക്കെ ഒന്നായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. വലിപ്പം എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത്തിൽ എടുക്കുക. അപ്പോൾ സ്ക്വയർ പീസ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ 4 എണ്ണം എടുക്കുക. പിന്നെ അതിന് തൊട്ട് താഴെ കുറച്ച് കുറവ് ലെങ്ത്തിലും 2 സ്ക്വയർ പീസുകളും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ മൊത്തം 6 പീസ് കേട്ടോ. ഇനി നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മടക്കില്ലേ, ആ ഒരു രീതിയിൽ മടക്കണം. ആദ്യം ഒന്ന് നടുവേ മടക്കുക, പിന്നെ വീണ്ടും മടക്കുക. അതിനുശേഷം പിന്നീട് ഒരിക്കൽ കൂടി മടക്കുമ്പോൾ അതൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ കിട്ടും. പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കണം കേട്ടോ. എന്നിട്ടാണ് ഒരു പെറ്റൽ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ മടക്കി വരുമ്പോൾ. അപ്പോൾ കുറച്ചൊന്ന് ടഫാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വൃത്തിയായിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കണ്ടില്ലേ, ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. സാധാരണ ഫ്ലവറിന് കട്ട് ചെയ്യുന്നതിനേലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്തിട്ടൊന്ന് അഴിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഫ്ലവർ പോലെ കിട്ടും. ഇനി ഞാൻ ഇതൊരിക്കൽ കൂടി പഴയ പോലെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു സെൻറ്ററിൽ ചെറിയൊരു ഹോള് വരാനായിട്ട് ഒന്നൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹോള് കിട്ടുമല്ലോ നമുക്ക്. ഇനി ഓരോ പെറ്റലും ഇങ്ങനെ പിടിച്ചിട്ട് നടുവേ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. ഒരു മടക്ക് അവിടെ വരാനാണ്, ആ ഒരു പെറ്റൽ കറക്റ്റ് ഇങ്ങനെ ഷേപ്പിൽ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ പെറ്റൽസും ഇങ്ങനെ പിടിച്ചിട്ട് നടുഭാഗത്തൊരു മടക്ക് വരുത്തി കൊടുക്കുക കേട്ടോ. ഇനി അപ്പോൾ ബാക്കി എല്ലാ പേപ്പറും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. ഇനി നമ്മൾ ഒരു ഫ്ലവർ ഷേപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പെറ്റലിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള പെറ്റലിൻ്റെ സൈഡിനോട് ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് പിടിക്കുമ്പോൾ അതിങ്ങനെ ഒട്ടും. പിന്നെ വീണ്ടും ആ ഒട്ടിച്ചതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഗം അപ്ലൈ ചെയ്യുക. തൊട്ടടുത്തുള്ള പെറ്റലുമായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഫൈനലായിട്ട് നമുക്കൊരു പൂമുട്ട് പോലെ ഒരു ഷേപ്പിൽ വരും കേട്ടോ. നമുക്ക് സെൻറ്ററിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു ഫ്ലവറാക്കി മാറ്റണം. അതിനുവേണ്ടി ഒരു സ്റ്റെമ്മ് വേണ്ടേ. അപ്പോൾ ഒരു പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. A4 ഷീറ്റിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഇർക്കിളി ഉള്ളിൽ വെച്ചിട്ട് ടൈറ്റായിട്ട് ഒന്ന് റോൾ ചെയ്യുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഗം അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പേപ്പർ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ 3 എണ്ണം വേണം കേട്ടോ. ഇനി അതിൻ്റെ തുമ്പത്ത് കുറച്ച് ഗമ്മാക്കിയിട്ട് നമ്മൾ നേരത്തെ മൊട്ട് പോലെ ഉണ്ടാക്കി വെച്ചില്ലേ, അത് ആദ്യം കയറ്റി കൊടുക്കുക. ആ ഒരു മൊട്ട് പോലെയുള്ളത് ഇപ്പോൾ നമ്മുടെ പേപ്പർ സ്റ്റിക്കിൻ്റെ മുന്നിലായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കൂടെ ഓരോന്നോരോന്നായിട്ട് കയറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് നല്ലൊരു ഫ്ലവർ കിട്ടും. അപ്പോൾ ഏത് ഫ്ലവറാണെന്ന് ലാസ്റ്റ് പറയണേ. അപ്പോൾ ഏറ്റവും വലിപ്പം കുറഞ്ഞതാണ് ആദ്യം ഞാൻ ഇടുന്നത്. പിന്നെ അതിൻ്റെ താഴെ വലിപ്പം കൂടിയിട്ടുള്ള 3 എണ്ണം, പിന്നെ ഇത്തിരിയും കൂടെ വലിപ്പം കുറഞ്ഞത് 2 എണ്ണമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും ഫസ്റ്റും ഏറ്റവും ലാസ്റ്റും വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് ഗമ്മൊക്കെ അപ്ലൈ ചെയ്തൊന്ന് ഫിക്സ് ആക്കുകയും കൂടി ചെയ്യണേ. അപ്പോൾ ഇതാ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞു ലോട്ടസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെമ്മിന് കുറച്ച് ഗ്രീൻ കളർ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ കളർ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ 3 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ സ്റ്റെമ്മിനും ഈ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നിച്ച് കുറച്ചധികം ഇലകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ഒരുപാട് ഒന്നിച്ച് ചെയ്യണമെന്ന്. ഓരോന്നോരോന്നായി കട്ട് ചെയ്തെടുത്താലും മതി.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലീഫുകൾ കട്ട് ചെയ്യേണ്ടത്. ആ ഒരു തണ്ട് പോലെ കുറച്ച് ഭാഗം വേണം, എന്നാലേ നമുക്ക് ഞാൻ വിചാരിച്ച രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെള്ള പേപ്പറോ അല്ലെങ്കിൽ പച്ച പേപ്പറോ ഏത് പേപ്പറായാലും മതി, ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഈ ഒരു ലീഫുകൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം കട്ടിയിൽ മടക്കി എടുത്തിട്ടുള്ള പേപ്പറാണ്. അതിലാണ് നമ്മൾ ഓരോ ലീഫുകളായിട്ട് മടക്കുന്നതിനനുസരിച്ചിട്ട്, അതായത് റോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ലീഫുകളും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു റൗണ്ടിൽ ലീഫുകൾ വരും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കാനാണ് നമ്മളിങ്ങനെ തണ്ട് പോലെ ആ ലീഫിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വെച്ചത്. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ ലീഫുകൾ നിൽക്കും കേട്ടോ. ലാസ്റ്റ് ആ ഒരു റോൾ ചെയ്യുന്ന പേപ്പർ കഴിയില്ലേ റോൾ ചെയ്തിട്ട്, അപ്പോൾ അതും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം അങ്ങനെ കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇരിക്കും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നടുവിലുള്ള ആ ഹോളിലാണ് ഫ്ലവേഴ്സ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ലീഫ് സെറ്റ് ചെയ്തത്. ആ ഒരു ലോട്ടസ് ഒക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, താഴെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവില്ലേ ഇലകൾ, ആ രീതിയിൽ നിൽക്കാൻ. ഇനി ഇത് നമുക്കൊരു പോട്ടിൽ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചവനപ്രാശം വരുന്ന ആ ഒരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സ്റ്റിക്കറൊക്കെ കളയുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, നമുക്ക് ആവശ്യത്തിലുള്ള വലുപ്പത്തിന്. ഇനി ഞാൻ അതിൽ കുറച്ച് തെർമോക്കോളിൻ്റെ പീസസൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആ ഒരു സംഭവത്തിന് ഇതിൻ്റെ ഇടയിലായിട്ട് വെച്ച് ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉരുണ്ടിട്ടുള്ള നല്ല സ്റ്റോൺസോ അല്ലെങ്കിൽ പെബിൾസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഭംഗിയിൽ വെക്കാം. അതുപോലെ കുറച്ചുകൂടെ റൗണ്ടുള്ള പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ ഇതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ രസത്തിൽ നിൽക്കും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോട്ടസ് ഫ്ലവേഴ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് വളച്ച് കൊടുത്തിട്ടുണ്ട്. പേപ്പർ നമുക്കൊന്ന് ചെറുതായിട്ട് വളയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പിങ്ക് പേപ്പറോ റെഡ് പേപ്പറോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം, കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. മിക്സഡ് കളേഴ്സായിട്ടൊക്കെ ചെയ്യാം. ഞാൻ പിന്നെ വൈറ്റ് ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ചെയ്യാനായിട്ട് കിട്ടുന്നത്, അതുകൊണ്ടാണ് വൈറ്റ് വെച്ച് ചെയ്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കുറച്ച് സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കണ്ണിന് ചെറിയൊരു പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വരുന്നത്, ഒന്നും തോന്നരുത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ടൈം 5:30 ഉച്ചതിരിഞ്ഞ്, മാക്സിമം ഞാൻ ആ ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ചെറുതായിട്ട് ലേറ്റ് ആയാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇനി നാളെ കാണാം. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി അഡ്വാൻസ്ഡ് വിഷു. അപ്പോൾ ഓക്കെ, ബൈ.